മത്തായിയേ, എടാ മത്തായിയേ, എടാ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? ഞാൻ ആദ്യം കേക്കായിരുന്നു. അവർക്ക് മനസ്സിലായി, നീ കേക്കല്ല കേക്കായിരുന്നു. നിങ്ങളെ മോള് വല്ലവന്റെ ഒളിച്ചോടി പോയെന്ന് നിങ്ങളെ മൂത്ത മോൻ എന്നോട് കാവൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടാ. വെച്ച് കയറ്റി തരും കേട്ടല്ലേ? കയറ്റി നിങ്ങൾ പറഞ്ഞില്ല ഞാൻ എനിക്കറിയാം യവനെ കൊണ്ട്. മത്തായിയേതാ അച്ഛൻ വരുന്നടാ. അയാളെ പോകാൻ പറ. ഞാൻ അങ്ങനാടാ അച്ഛന്റെ അടുത്ത് പോകാൻ പറയുന്നത്. അയാളെ പോകാൻ പറ. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ എന്റെ അമ്മച്ച ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണ് പോകാൻ പറ മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി. രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. താങ്ക് യു യുവർ ഓണർ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴിപിഴച്ച ജീവിതമാണെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. നാളെ എടുക്കും. എന്ത് എന്റെ പ്രമാണമല്ലേ? എടാ വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യോ 11ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. ആണല്ലേ? നീ ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ അതിന് ഉത്തരം പറയണം. ഭയങ്കര അരച്ചു കലക്കി കൂടിയാ. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേലും ഒന്ന് ഹാബേലും. അപ്പൊ അബു ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ അത് സലിംകുമാറിനോട് ഞാൻ ചോദിക്കും. എന്നോടാണ് ചോദിക്കുന്നത്. സലിംകുമാറിന്റെ പടത്തിലെ കാര്യം കറിയപ്പ പിരിഞ്ഞു വന്നി. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? ഇപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അതും വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയ മരമെന്ന ചാടിപ്പോകാൻ തവളയാണോ? മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ്. ഇതേപോലത്തെ സിറ്റുവേഷൻ ബൈബിളിലെയാണോ? ബൈബിളിന്റെ അല്ല, പിന്നെ എന്റേതാണ്. നിയമം 2 ആഴ്ച. എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവ അതങ്ങ് എടുത്തോണ്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിച്ചർ വാങ്ങിച്ചപ്പോ രതീഷ് അത് എടുത്തോണ്ട് പോയി. മരം നട്ടില്ല, ഒരു ഫുള്ള് വാങ്ങി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടുകാരെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ അതിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ എന്റെ പുണ്യ മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകൂടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നെ അവിടെ നാറുമില്ലല്ലോ. എന്റെ മകനുണ്ടല്ലോ ജാക്ഷൻ, അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. വിളിക്ക്. അതാണ്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. കറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കാണോ മക്കളെ? അതൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുന്നു കുത്തി. യേശുവിനെ യൂതന്മാർ കുന്നു കുത്തി. യേശുവിനെ
യൂതന്മാർ കുന കുത്തി. യേശുവിനെ യൂതന്മാർ കുന കുത്തി. കുന കുത്തി കുന കുത്തി. കുന കുത്തി കുന കുത്തി കുന കുത്തി. കുന കുത്തി ഇവൻ പാടി തീരുകയും ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുകുനെ കുത്താനായിട്ട്. ഇവന്റെ ഈ പാട്ടോടെ കേൾപ്പോ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ. എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ചായ വന്നു. എത്ര നാളെ അച്ചായ കണ്ടിട്ട്. അച്ചായൻ അതല്ല, ഞാൻ അച്ചായ. ഇത് ഞാൻ വന്ന പെട്ടിയാ. അച്ചായ ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ. എടാ ഇതൊന്ന് പിടിച്ചെടുക്കടാ, ഇതിനകത്ത സാധനം. ഓ, അതിനകത്താണ്. അടിപൊളി. അതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആണോ? സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഇവിടെ സംഭവം. ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. Liquor drinking is injurious to health. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കളിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ അറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എന്റെ കർത്താവേ, എല്ലാവരും ഇങ്ങി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാണ്. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. കപ്പ തീർന്നു നമ്മള് വന്നിട്ട് അപ്പ തീർന്നു നോക്കുപോലും കാണാൻ പറ്റില്ലോടി നമുക്ക്. നമ്മുടെ അപ്പം മരിച്ചു പോയി. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിന് വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കിൾ വന്നോടാ. മൈക്കിൾ വന്നോന്ന്. അതാപ്പോ ഞാൻ വന്നപ്പോ ആകെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാ മക്കളെ? എന്നാ പറ്റാ, അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാടാ. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇടൂടാ മക്കളെ. അപ്പച്ച അവിടത്തെ സ്റ്റാർ ഞാനല്ല, എന്റെ മേളിലൊരു സ്റ്റാർ ഇല്ല. വേറെ സ്റ്റാർ ഇല്ല. ഈ സ്റ്റാർ ഞാനൊക്കെ കത്തിച്ച് കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത് മക്കളെ. നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞ് മറ്റൊരാളില്ല. ഇവിടെ പെൺപിള്ളയുടെ പേരെന്താണ്? ജെഫ്രി.
അല്ലാതെ റെഫറി ഒന്നും അല്ലല്ലോ വിസിലടിക്കുമ്പോ തന്നെ നിങ്ങളുടെ അവിടെ പുറകെ നടക്കാൻ വേണ്ടി താഴല്ലോ മനുഷ്യ. ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാ പിന്നെ നിൽക്കുന്ന കാര്യം നിനക്കറിയോ അവിടെ ഇവൻ ഭയങ്കര റേപ്പാണ്. ആവശ്യത്തിന് കാര്യം പറഞ്ഞു കാർന്നോര് എന്നെ പിന്നെ അകത്തേക്ക് വിട്ടല്ലോ. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. ഈ സൈസ് പരിപാടി ഇങ്ങനെ റേപ്പല്ലെന്ന് റാപ്പ് 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 നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. മൈക്കിലൊന്ന് പാടാ. Jingle bells, jingle all the way. Jingle bells, jingle all the way. Jing, 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 jingle bells. 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 Jing, 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 Merry Christmas.